വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ചില കലാപങ്ങളെ കുറിച്ചാണ്. പ്രധാനപ്പെട്ട ഒരു കലാപം അല്ലെങ്കിൽ ഒരു ലഹള അല്ലെങ്കിൽ എന്താ പറയാ ഒരു സമരം എന്നൊക്കെ നമ്മൾ 1857 റിവോൾട്ടിനെയാണ് വിശേഷിപ്പിക്കണേ അല്ലെ. നമ്മുടെ ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പും അതിനുശേഷം സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയും പല കലാപങ്ങളും പല ഏരിയയിലും ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കലാപങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ എന്താ പറയുന്നത് യുദ്ധങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് ബാറ്റിൽ ഓഫ് പ്ലാസി അഥവാ പ്ലാസി യുദ്ധം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ പ്ലാസി യുദ്ധം 1757 ജൂൺ 23-നാണ് പ്ലാസി യുദ്ധം നടക്കണേ. 1757 ജൂൺ 23-നാണ് പ്ലാസി യുദ്ധം നടക്കുന്നത്. പ്ലാസി യുദ്ധം നടക്കുന്നത് ആരൊക്കെ തമ്മിലാണ്? ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയും ബ്രിട്ടീഷ് ഗവർണർ ആയിരുന്ന റോബർട്ട് ക്ലൈവും തമ്മിൽ നടന്ന യുദ്ധമാണ് പ്ലാസി യുദ്ധം. ബംഗാൾ നവാബായിരുന്ന സിറാജുദ്ദൗളയും ബ്രിട്ടീഷ് ഗവർണർ ആയിരുന്ന റോബർട്ട് ക്ലൈവും തമ്മിൽ നടന്ന യുദ്ധത്തെയാണ് നമ്മൾ പ്ലാസി യുദ്ധം എന്ന് പറയുന്നത്. അങ്ങനെ പ്ലാസി യുദ്ധം നടക്കുകയാണ്. അങ്ങനെ പ്ലാസി യുദ്ധം ഇങ്ങനെ ഒരു യുദ്ധം നടക്കണമെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് ചിന്തിച്ചാൽ കാരണമുണ്ട്. ആ കാരണം ഇരിട്ടറ ദുരന്തം അഥവാ ബ്ലാക്ക് ഹോൾ ട്രാജഡിയാണ്. ഇപ്പൊ ബംഗാളിൽ നടന്നിട്ടുള്ള ഈ പ്ലാസി യുദ്ധത്തിന്റെ കാരണം എന്താണ്? ബ്ലാക്ക് ഹോൾ ട്രാജഡി അഥവാ ഇരിട്ടറ ദുരന്താണ്. അതെന്താന്ന് പഠിച്ചിട്ട് നമുക്ക് പ്ലാസി യുദ്ധത്തിലേക്ക് വരാം. 1756 ഈ ഇരുട്ടറ ദുരന്തം നടക്കണേ. 1756 അന്നത്തെ ബംഗാളിലെ നവാബ് ആരെന്നെയായിരുന്നു? ഈ സിറാജുദ്ദൗള തന്നെയായിരുന്നു. അപ്പൊ സിറാജുദ്ദൗളയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യം കൂടെ പോയിട്ട് കൊൽക്കത്തയിലെ ബ്രിട്ടീഷുകാരുടെ കുറച്ച് ഫാക്ടറിയും അതുപോലെ തന്നെ വില്യം കോട്ടയൊക്കെ പിടിച്ചെടുത്തു. ഇത് പിടിച്ചെടുത്തത് കൂടാതെ അവർ ബ്രിട്ടീഷുകാരെ ഒരു ഇരുട്ട് മുറിയിൽ, കുറെ അധികം ബ്രിട്ടീഷ് പട്ടാളക്കാരെ ഒരു ഇരുട്ട് മുറിയിൽ അടക്കിയാണ്. അങ്ങനെ 123ഓളം ബ്രിട്ടീഷ് 120-ലധികം, ഏകദേശം 123 എന്നൊക്കെ പല ബുക്കുകളിലും കണക്ക് പറയുന്നുണ്ട്. 120-ൽ പരം ആൾക്കാര്, അതായത് ബ്രിട്ടീഷ് പട്ടാളക്കാര് ശ്വാസം മുട്ടി മരിക്കുകയാണ്. ഈ ദുരന്തത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇരുട്ടറ ദുരന്തം അഥവാ ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്ന് പറയുന്നത്. അപ്പൊ ബ്ലാക്ക് ഹോൾ ട്രാജഡിക്ക് കാരണക്കാരൻ ആരാ? സിറാജുദ്ദൗളയാണ് അല്ലെ. അപ്പൊ പ്ലാസി യുദ്ധത്തിന് കാരണമായ സംഭവം ഏതാണ്? ഇരുട്ടറ ദുരന്താണ്. ക്ലിയർ ആയല്ലോ. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഓർത്തു വെക്കുക, ബ്ലാക്ക് ഹോൾ ട്രാജഡി അഥവാ ഇരുട്ടറ ദുരന്തം നടന്നത് 1756 ഇരുട്ടറ ദുരന്തത്തിന്റെ കാരണക്കാരൻ ബംഗാളിലെ നവാബായ സിറാജുദ്ദൗളയാണ്. പ്ലാസി യുദ്ധത്തിന്റെ കാരണമായിട്ടുള്ള സംഭവം ഇരുട്ടറ ദുരന്താണ്. ഇനി പ്ലാസി യുദ്ധത്തെ കുറിച്ച് പറയുമ്പോൾ പ്ലാസി യുദ്ധം എന്നാ നടന്നേ? 1757 ജൂൺ 23-ന് ബംഗാളിലെ മൂർഷിദാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് മൂർഷിദാബാദിലെ പ്ലാസിയിൽ നടന്ന യുദ്ധത്തെയാണ് ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത്. അത് നടത്തിയത് ബംഗാളിലെ അന്നത്തെ നവാബായിരുന്ന സിറാജുദ്ദൗളയും ബ്രിട്ടീഷ് ഗവർണർ ആയിരുന്ന റോബർട്ട് ക്ലൈവുമാണ്. അപ്പൊ ഇവര് തമ്മില് യുദ്ധം നടന്നു. യുദ്ധത്തിൽ ആരാ ജയിക്കുക? ആരെന്നെ ജയിച്ചു? ബ്രിട്ടീഷുകാരെന്നെ ജയിച്ചു. പക്ഷേ ഈ റോബർട്ട് ക്ലൈവിനെ പ്ലാസി യുദ്ധത്തിൽ ഒരാൾ സഹായിച്ചു. അതുകൊണ്ടാട്ടോ ക്ലൈവ് ജയിക്കാനായിട്ട് കാരണം. സിറാജുദ്ദൗളയുടെ സൈന്യാധിപനായിട്ടുള്ള മിർ ജാഫർ ഇദ്ദേഹത്തെ സഹായിച്ചതിന്റെ ഒരു കൂർ എന്ന നിലയ്ക്ക് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ജയിച്ചു കഴിഞ്ഞിട്ട് പ്ലാസി യുദ്ധത്തെ തുടർന്ന് ബ്രിട്ടീഷുകാര് ബംഗാളില് മിർ ജാഫറിനെ അവിടുത്തെ രാജാവായിട്ട് അവരോധിക്കുകയും ചെയ്തു. ഇയാളായി പിന്നീട് അവിടുത്തെ രാജാവ്. അങ്ങനെ ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുകയാണ്, അല്ലെങ്കിൽ അത് അവസാനിക്കുകയാണ്. ജയിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. ആ പ്ലാസി യുദ്ധം നടന്നപ്പോ മുഗൾ ഭരണാധികാരി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആലംഗീർ രണ്ടാമനാണ്. അങ്ങനെ ചില യുദ്ധങ്ങൾ നടക്കുമ്പോൾ മുഗൾ സാമ്രാജ്യം ഭരിച്ചിരുന്നത് ആരാന്ന് ചോദിക്കാറുണ്ട്. ആലംഗീർ രണ്ടാമനാണ്. ഈ പ്ലാസി യുദ്ധം നടന്നപ്പോ എന്താ ഉണ്ടായേ? അതിന്റെ പരിണിത ഫലം എന്തായേ? ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായത്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ 190 വർഷമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉണ്ടായത്. 190 വർഷത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യമാണ് ഇന്ത്യയിൽ ഉണ്ടായത്. ആ 190 വർഷത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഇന്ത്യയില് ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായത് ഈ പ്ലാസി യുദ്ധമാണ്. അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ രാഷ്ട്രീയ അധികാരത്തിന് ഇന്ത്യയില് അടിത്തറയിട്ടത് ഈ പ്ലാസി യുദ്ധമാണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ പ്ലാസി യുദ്ധം 1757 ജൂൺ 23-നാണ് നടന്നത് ബംഗാളിലെ നവാബായ സിറാജുദ്ദൗളയും ബ്രിട്ടീഷ് ഗവർണർ ആയിട്ടുള്ള റോബർട്ട് ക്ലൈവും തമ്മിലാണ്. പ്ലാസി എവിടെയാണ്? ബംഗാളിലെ മൂർഷിദാബാദിലാണ് പ്ലാസി എന്ന് പറയുന്ന സ്ഥലം. ആ സമയത്ത് മുഗൾ ഭരണാധികാരി ആരായിരുന്നു? ആലംഗീർ രണ്ടാമനായിരുന്നു. ഈ
പ്ലാസി യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ബംഗാളിൽ ആരെയാണ് രാജാവാക്കിയത്? മിർ ജാഫറിനെയാണ് രാജാവാക്കിയത്. 190 വർഷത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഇന്ത്യയില് കാരണമായത് ഏത് യുദ്ധമാണ്? ഈ പ്ലാസി യുദ്ധമാണ്. അടുത്ത ഇതുപോലെ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട യുദ്ധം എന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് ബക്സർ അഥവാ ബക്സർ യുദ്ധമാണ്. ഈ ബക്സർ യുദ്ധം നടന്നത് എന്നാ? 1764 ഒക്ടോബർ 22-നാണ്. 1764 ഒക്ടോബർ 22-ന് നടന്ന യുദ്ധമാണ് ബക്സർ യുദ്ധം. ബക്സർ എന്ന സ്ഥലം എവിടെയാണ്? ബീഹാറിലാണെന്ന് മനസ്സിലാക്കാം. ബക്സർ എവിടെയാണ്? ബീഹാറിലാണ്. ആരൊക്കെ തമ്മിലാ ബക്സർ യുദ്ധം നടന്നേ? ഔദിലെ നവാബായിരുന്ന ഷൂജാ ഉദ്ദൗളയും ബ്രിട്ടീഷുകാരനായ കേണൽ മൺട്രോയും തമ്മിൽ നടന്ന യുദ്ധമാണ് ബക്സർ യുദ്ധം. ഔദിലെ നവാബായിരുന്ന ഷൂജാ ഉദ്ദൗളയും ബ്രിട്ടീഷുകാരനായ കേണൽ മൺട്രോയും തമ്മിൽ നടന്ന യുദ്ധമാണ് ബക്സർ യുദ്ധം. ഈ ഷൂജാ ഉദ്ദൗള ഉണ്ടല്ലോ, ഔദിലെ നവാബ്, അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാനായിട്ട് 2 ഇന്ത്യൻ ഭരണാധികാരികളും കൂടെ ഉണ്ടായിരുന്നു. അവരുടെ പേരെന്താ അറിയോ? ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിമും മുഗൾ രാജാവായിരുന്ന ഷാ ആലം രണ്ടാമനും. അപ്പൊ ബക്സർ യുദ്ധമായപ്പോഴേക്കും മുഗൾ രാജാവ് മാറി അല്ലെ, ആരായി? ഷാ ആലം രണ്ടാമൻ. അപ്പൊ നോക്കിയേ, ഈ ഔദിലെ നവാബായ ഷൂജാ ഉദ്ദൗള, ബംഗാളിലെ നവാബായ മിർ കാസിം, മുഗൾ രാജാവായ ഷാ ആലം രണ്ടാമൻ, ഈ 3 പേരും ബ്രിട്ടീഷുകാരനായ കേണൽ മൺട്രോയെ എതിർത്തു കൊണ്ട് യുദ്ധം ചെയ്തു. അതാണ് ബക്സർ യുദ്ധം. അപ്പൊ കേണൽ മൺട്രോയ്ക്ക് എതിരെ 3 പേരാ ഉണ്ടായിരുന്നത്. അപ്പൊ കേണൽ മൺട്രോയ്ക്ക് എതിരെ ഉണ്ടായിരുന്ന ത്രിസഖ്യസേന ആര് എന്നും വേണമെങ്കിൽ നമ്മളോട് ചോദിക്കാം കേട്ടോ. ലീഡർ ആരായിരുന്നു, അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഷൂജാ ഉദ്ദൗളയായിരുന്നു. എന്തൊക്കെയാണെങ്കിലും ആരാണ് ജയിച്ചേ? ബ്രിട്ടീഷുകാർ വീണ്ടും ജയിക്കുകയാണ്. ആ ബക്സർ യുദ്ധ സമയത്ത് ബംഗാളില് ഹെൻറി വാൻ സിറ്റർട്ട് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ഗവർണർ. ബക്സർ യുദ്ധ സമയത്ത് ബംഗാളിലെ ഗവർണർ ആരാണ്? ഹെൻറി വാൻ സിറ്റർട്ട് ആണ് എന്ന് ഓർത്തു വെക്കുക. ഇനി അങ്ങനെ ബക്സർ യുദ്ധം അവസാനിച്ചു ഒരു ഉടമ്പടി ഉണ്ടാവുകയാണ്. ആ ഉടമ്പടിയുടെ പേരെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും അലഹബാദ് ഉടമ്പടി. അപ്പൊ ബക്സർ യുദ്ധത്തിന്റെ പരിണിത ഫലമായിട്ടുണ്ടായ ഉടമ്പടി ഏത്? സന്ധി ഏത്? അലഹബാദ് ഉടമ്പടിയാണ്. വർഷം 1765. ഏതാണ്? 1765 ആണ്. ഈ ബക്സർ യുദ്ധം കൊണ്ട് എന്തുണ്ടായി? ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ സുസ്ഥിരമാക്കിയ യുദ്ധം. അല്ലെങ്കിൽ ഇന്ത്യയില് ബ്രിട്ടീഷ് ആധിപത്യത്തിന് അരക്കിട്ട് ഉറപ്പിച്ച യുദ്ധം. അവരിതോടുകൂടി ഉറപ്പിച്ചു കൊടുന്ന് പോണ്ട എന്ന് തീരുമാനിച്ചു കേട്ടോ. ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ ആധിപത്യം അരക്കിട്ട് ഉറപ്പിച്ച യുദ്ധം ഏതാണ്? നമ്മുടെ ബക്സർ യുദ്ധമാണ്. അപ്പൊ 2 പ്രധാനപ്പെട്ട യുദ്ധങ്ങളായിരുന്നു ബാറ്റിൽ ഓഫ് പ്ലാസിയും ബാറ്റിൽ ഓഫ് ബക്സറും. ബാറ്റിൽ ഓഫ് പ്ലാസി ഉണ്ടാവാനുള്ള കാരണം എന്താന്ന് നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു കാരണം? കാരണം ഇരുട്ടറ ദുരന്തം ആണ്, അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ ട്രാജഡി ആണ്. എന്തിന്റെ കാരണം? നമ്മുടെ ബാറ്റിൽ ഓഫ് പ്ലാസിക്ക് കാരണം എന്നും പഠിച്ചു. ഇനി അടുത്തത് ഒരു 3-4 ചെറിയ ചെറിയ കലാപങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഒരു കലാപമാണ് ഫറാസി കലാപം. എന്താ ഫറാസി കലാപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മലബാർ കലാപം ഉണ്ടായില്ലേ? മലബാർ കലാപത്തിന്റെ സമയത്ത് ബംഗാളില് പൊട്ടിപ്പുറപ്പെട്ട സമാന സ്വഭാവമുള്ള കലാപത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫറാസി കലാപം എന്ന് വിളിക്കുന്നത്. ബംഗാളിലെ അടിച്ചമർത്തപ്പെട്ട മുസ്ലിം ജനത ബ്രിട്ടീഷുകാർക്കെതിരെയും ഭൂപ്രഭുക്കന്മാർക്കെതിരെയും നടത്തിയ സമരം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഫറാസി കലാപമാണ്. ഇപ്പൊ ഫറാസി കലാപം എന്ന് പറഞ്ഞാൽ മലബാർ കലാപ സമയത്ത് ബംഗാളിൽ പൊട്ടിപ്പുറപ്പെട്ട മലബാർ കലാപത്തിന് സമാന സ്വഭാവമുള്ള കലാപമാണ് ഫറാസി കലാപം. ബംഗാളിലെ അടിച്ചമർത്തപ്പെട്ട മുസ്ലിം ജനത ബ്രിട്ടീഷുകാർക്കും ഭൂപ്രഭുക്കന്മാർക്കുമെതിരെ നടത്തിയ കലാപവും ഫറാസി കലാപം. രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിൽ ചോദ്യം വന്നു കഴിഞ്ഞാലും ഒന്നാന്ന് മനസ്സിലാക്കാം. അടുത്തത് എന്താണ്? സന്യാസി ഫക്കീർ കലാപം. സന്യാസി ഫക്കീർ കലാപം എന്ന് പറഞ്ഞാൽ ബംഗാളിലെ മത ആചാര്യന്മാർ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപത്തെയാണ് സന്യാസി ഫക്കീർ കലാപം അഥവാ സന്യാസി കലാപം. ചില ബുക്കുകളിൽ സന്യാസി കലാപം എന്നും ചിലയിൽ സന്യാസി ഫക്കീർ കലാപം എന്നൊക്കെ ഉണ്ട്. അതെന്താണ്? ബംഗാളിലെ മത ആചാര്യന്മാർ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമാണ് കേട്ടോ. ഇനി അടുത്തത് കൂക കലാപം. കൂക കലാപം ഇത് നമ്മളിപ്പോ ഫറാസി കലാപം സന്യാസി കലാപം ഒക്കെ ബംഗാളിലാണെങ്കിൽ കൂക കലാപം നടന്ന് പഞ്ചാബിലാണ്. എവിടെയാണ്? പഞ്ചാബിൽ. കൂക മൂവ്മെന്റ് എവിടെയാ ഫോം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചാബിലാണ്. ഈ കൂക മൂവ്മെന്റ് രൂപം കൊടുത്തത് ബാബ റാം സിംഗ് എന്ന് പറയുന്ന വ്യക്തിയാണ്. കൂക മൂവ്മെന്റിന് രൂപം കൊടുത്തത് ബാബ റാം സിംഗ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ശരിക്കും കൂക മൂവ്മെന്റ് ഒരു സിഖ് മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൂവ്മെന്റ് ആണ്.
അപ്പൊ സിഖ് മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൂവ്മെന്റ് ആണ് കൂക മൂവ്മെന്റ് എന്ന് പറയുന്നത്. സിഖ് മത ശുദ്ധീകരണം, അതുപോലെ സിഖ് സാമ്രാജ്യം രൂപീകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടൊക്കെ രൂപീകരിച്ചിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഏത് കൂക മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ കൂക കലാപം നടന്നത് എവിടെയാന്ന് ചോദിച്ചാലും കൂക മൂവ്മെന്റ് ഫോം ചെയ്തത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാലും രണ്ടും എവിടെ തന്നെയാണ്? പഞ്ചാബിലാണ്. കൂക കലാപം 1815 കാലയളവിലാണ് കൂക കലാപം തുടങ്ങുന്നത്. കുറെ വർഷങ്ങളോളം അത് നിന്നു. ഏകദേശം 1862 വരെയൊക്കെ കൂക കലാപം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്ത ഒരു പ്രക്ഷോഭത്തിന്റെ പേരാണ് കിട്ടൂർ പ്രക്ഷോഭം. നമ്മൾ ഇതിനു മുമ്പ് ഞാനൊരു ഷോട്ട് ഇട്ടപ്പോ അതിൽ കിട്ടൂർ ചിന്നമ്മയെ കുറിച്ചൊക്കെ പറയേണ്ടായിട്ടുണ്ട്. അപ്പൊ കിട്ടൂർ കലാപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1824 കിട്ടൂർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നാട്ടുരാജ്യമാണ് കർണാടകയിലെ. മനസ്സിലായോ? അവിടെ ആ നാട്ടുരാജ്യം പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാര് അവിടെ ദത്താവകാശ നിരോധന നിയമം ഉപയോഗിക്കുകയാണ്. അത് ഉപയോഗിച്ചപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അതിനെതിരെ നടത്തിയ പ്രക്ഷോഭമാണ് കിട്ടൂർ പ്രക്ഷോഭം. 1824 മുതൽ 29 വരെയുള്ള കാലഘട്ടത്തില് ഈ കിട്ടൂർ പ്രക്ഷോഭം നടക്കുകയാണ്. മെയിൻ ആയിട്ടുള്ള ആൾ ആരായിരുന്നു? ചിന്നമ്മയായിരുന്നു. കൂടാതെ രായപ്പ ഉണ്ടായിരുന്നു. ചിന്നമ്മ, രായപ്പ. കിട്ടൂർ ചിന്നമ്മ എന്നാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പറയാ കിട്ടൂർ ചിന്നമ്മയെ കുറിച്ചാണ്. കിട്ടൂർ ചിന്നമ്മയും രായപ്പയൊക്കെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. അടുത്തൊരു വിപ്ലവമാണ് കട്ടബൊമ്മൻ വിപ്ലവം. അപ്പൊ കട്ടബൊമ്മൻ വിപ്ലവം എന്ന് കേട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ പോളിഗർ വിപ്ലവം എന്ന് കേട്ടിട്ടുണ്ടാവാം. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ കട്ടബൊമ്മൻ വിപ്ലവം, പോളിഗർ വിപ്ലവം എന്നൊക്കെ പറയുന്നത് ഒന്നാണ്. 1799 തുടങ്ങി 1805 വരെ 2 കാലഘട്ടങ്ങളിലായിട്ടാണ് ഈ യുദ്ധം നടക്കണത്. അതായത് അതിനപ്പോ ഒന്നാം പോളിഗർ വിപ്ലവം എന്നും രണ്ടാം പോളിഗർ വിപ്ലവം എന്നും വിളിക്കാം. അപ്പൊ കട്ടബൊമ്മൻ വിപ്ലവത്തിന്റെ വേറൊരു പേരെന്താ? പോളിഗർ വിപ്ലവം എന്നാണ്. ഈ പോളിഗർ വിപ്ലവം തന്നെ രണ്ടെണ്ണുണ്ട്, ഒന്നും രണ്ടും. അപ്പൊ ഒന്നാം പോളിഗർ വിപ്ലവം കട്ടബൊമ്മൻ വിപ്ലവം. രണ്ടാം പോളിഗർ വിപ്ലവത്തിന് വേറൊരു പേരും കൂടി ഉണ്ട്, സൗത്ത് ഇന്ത്യൻ റിബല്യൻ. എന്താ വിളിക്കണേ? സൗത്ത് ഇന്ത്യൻ റിബല്യൻ. അപ്പൊ രണ്ടാം പോളിഗർ വിപ്ലവം എന്ന് പറഞ്ഞാലും സൗത്ത് ഇന്ത്യൻ റിബല്യൻ എന്ന് പറഞ്ഞാലും ഒന്നാണ്, മനസ്സിലാക്കിയോളൂ കേട്ടോ. ഇനി അടുത്തത് ഈ കട്ടബൊമ്മൻ വിപ്ലവം ഉണ്ടല്ലോ, അത് പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാ? തമിഴ്നാട്ടിലെ തിരുനെൽവേലി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലാണ് പോളിഗർ വിപ്ലവം അഥവാ കട്ടബൊമ്മൻ വിപ്ലവം നടക്കണേ. ഈ വ്യക്തി ഉണ്ടല്ലോ കട്ടബൊമ്മൻ എന്ന് പറയുന്ന ആളെ മേജർ ജോൺ ബാനർമാൻ തൂക്കിലേറ്റാൻ വിധിക്കുകയും അദ്ദേഹത്തെ പരസ്യമായി തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലെ കയത്തർ കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് തൂക്കിലേറ്റുകയും ചെയ്തു. പരസ്യമായിട്ട് കട്ടബൊമ്മനെ തിരുനെൽവേലിയിലെ കയത്തർ കോട്ടയിലെ തൂക്കിലേറ്റി. രണ്ടാം പോളിഗർ വിപ്ലവം വന്നു. അത് 1800 തുടങ്ങി. 1800 നമ്മൾ പറഞ്ഞു 5 വരെ ഉണ്ടായിരുന്നു എന്നുള്ളത് അല്ലെ. 1800 അത് തുടങ്ങിയത്. രണ്ടാം പോളിഗർ വിപ്ലവത്തിന് എന്ത് പേരുണ്ട്? സൗത്ത് ഇന്ത്യൻ റിബല്യൻ എന്ന് പറയുന്ന വേറൊരു പേരും കൂടി ഉണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട കുറച്ച് റിബല്യനുകളെ കുറിച്ച് അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങളെ കുറിച്ച്, ലഹളകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മള് 1857 റിവോൾട്ടിന് മുമ്പ് നടന്നിട്ടുള്ള കുറച്ച് പ്രക്ഷോഭങ്ങളും അതിനുശേഷം നടന്നിട്ടുള്ള കുറച്ച് പ്രക്ഷോഭങ്ങളും ആണ് നമ്മളിവിടെ പഠിച്ചത്. ഇത് കൂടാതെ പ്രക്ഷോഭങ്ങൾ ഇല്ല എന്നല്ല, അത് കേരള ഹിസ്റ്ററിക്ക് ആയിട്ട് നമ്മൾ പറയുമ്പോൾ പഴശ്ശി വിപ്ലവങ്ങളും അതുപോലെ തന്നെ അങ്ങനെയുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി മൈസൂർ യുദ്ധങ്ങളെ കുറിച്ച് പഠിച്ചു അല്ലെ കഴിഞ്ഞ ക്ലാസ്സില്. അതുപോലെ അങ്ങനെ പല യുദ്ധങ്ങളെ കുറിച്ചും നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അത് പിന്നെ നമുക്ക് വീണ്ടും പറയേണ്ട കാര്യമില്ല. ഒരു ഏരിയയിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, ഏൻഷ്യൻ ഇന്ത്യയിൽ നമ്മൾ പഠിക്കുമ്പോൾ ഏൻഷ്യൻ ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഓരോ രാജാക്കന്മാരും ഒരു ഏരിയയിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കും. അപ്പൊ അവിടെ ഒന്നും ടച്ച് ചെയ്യാത്ത ഭാഗങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വിപ്ലവങ്ങളെ കുറിച്ച് പഠിക്കാനുള്ളത്. ക്ലാസ് ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ഇഷ്ടമായിച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ തന്നെ ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.